സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനും സംസ്ഥാനത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ കുടിയേറ്റ കർഷകരെ കൊലയ്ക്ക് കൊടുക്കുന്ന നടപടി വളരെ ഉദാഹരണമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലത്തിൽ കേരളത്തിന്റെ നിങ്ങൾക്കൊരു കാര്യം എടുത്തു പറയട്ടെ. ഈ നിലമ്പൂരിന്റെ മണ്ണിൽ 50കളിലും 60കളിലും 70കളിലും കുടിയേറിയ കർഷകരാണ് നിലമ്പൂരിന്റെ മൂന്നാമത്തെ തലമുറ. ഇവിടെ ഇരിക്കുന്ന ഈ കർഷകരെല്ലാം ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനവും മൂന്നാമത്തെ തലമുറയായി ഇവിടെ ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ കഴിഞ്ഞ 20 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായത് അത്ര വന്യമൃഗ ശല്യം ഒരു കാലഘട്ടത്തിലും നിലമ്പൂരിന്റെ മണ്ണിൽ ഉണ്ടായിട്ടില്ല. എന്താണ് വ്യത്യാസം? 50കളിലും 60കളിലും ഇതിൽ കൂടുതൽ വന്യമൃഗമുള്ള കാലഘട്ടത്ത്, ഇതിൽ കൂടുതൽ റോഡുകൾ ഇതിന്റെ പകുതി പോലും ഇല്ലാത്ത കാലത്ത്, ഇതിന് ഇരട്ടി ഫോറസ്റ്റ് ഉണ്ടായിരുന്ന കാലത്ത് മണ്ണിലോടും മലമ്പാമ്പിനോടും പല്ലടിച്ച് ഈ മലയോര കർഷകർ ഈ നാട്ടിൽ പൊന്നുവിളിയിച്ച കാലഘട്ടത്തിൽ ഒരിക്കലും ഈ തരത്തിലുള്ള വന്യമൃഗ ശല്യത്തെ നേരിടേണ്ട സാഹചര്യം അവർക്കുണ്ടായില്ല. എന്താ? അന്ന് ഈ സംസ്ഥാനത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട് ഇതല്ലായിരുന്നു. അന്ന് കർഷകരെന്ന് ചിന്തിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൈക്ക് പിടിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മാറി മാറി വരുന്ന ഇടത് മുന്നണികൾ ഇവർക്ക് തോന്നിവാസത്തിന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിഞ്ഞാട്ടത്തിന്, ഫോറസ്റ്റ് വൽക്കരണത്തിന്, വനവൽക്കരണത്തിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നു. കേന്ദ്ര നിയമങ്ങൾ, ഈ 2023 വനം ഭേദഗതി നിയമം, ബഹുമാനപ്പെട്ട കോൺഗ്രസുകാര, ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കളെ, നിങ്ങളാണ് എതിർത്തത്. വനം ഭേദഗതി നിയമം കേന്ദ്രത്തിൽ ആക്ട് കൊണ്ടുവന്നപ്പോ അതിനെതിരെ കൃത്യമായി കത്തുകൊടുക്കുകയും പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ നേതാക്കളുടെ ചരിത്രം നിലമ്പൂരിന്റെ മണ്ണിൽ BJP പറയും. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം ഇതിവിടെ മാത്രമല്ല, കേരളത്തിലെ 420ഓളം വരുന്ന പഞ്ചായത്തുകളെ ബാധകമാകുന്ന ഈ വിഷയത്തെ BJP ചർച്ചയാക്കുക തന്നെ ചെയ്യും. നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും മലയോര കർഷകർക്ക് വേണ്ടി BJP ആരംഭിക്കുന്ന ഈ സമരം ഇത് കേരളത്തിന്റെ മലയോര മേഖല മുഴുവൻ ആളിപ്പളരുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുകാരാ, ഇടതുപക്ഷക്കാരാ, നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഇവിടെ ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്കറിയുമോ, പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. കേരള നിയമസഭയിൽ 2025 മാർച്ച് 23 ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയിൽ കേരളത്തിൽ അങ്ങനെ ഓതറൈസ് ചെയ്തിട്ടുള്ള വെടിവെക്കാനുള്ള ആളുകളുടെ എണ്ണം 420. 1000 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമുള്ള കേരള സംസ്ഥാനത്ത് ആകെ വെടിവെക്കാൻ അനുവാദം കൊടുത്തവരുടെ എണ്ണം 420. 10,000-കണക്കിന് പന്നികളുള്ള ഈ നിലമ്പൂരിൽ അങ്ങനെ എംപാനൽ ചെയ്തിട്ടുള്ള വെടിക്കാരുടെ എണ്ണം വെറും 10. 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ആകെ 10 പേർക്കാണ് എംപാനൽ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ ഫോറസ്റ്റിന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കുക, ഈ ഫോറസ്റ്റിന്റെ വനവൽക്കരണം എന്ന ഉദ്ദേശം അവസാനിപ്പിക്കുക. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ രാജ്യത്തെ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തെ കർഷകരെ കുടിയൊഴിപ്പിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ആ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ കസ്തൂരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഈ രാജ്യത്തെ ഇവിടെ കുടിയേറ്റ കർഷകരെ കുടിയൊഴിപ്പിക്കുവാനായി കോൺഗ്രസ് നടത്തിയ ശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ മലയോര ജനത അനുഭവിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആ കുടുംബത്തിന്, ആ കുട്ടി ശരിയാ, നിങ്ങൾ നോക്കുമ്പോൾ ഒരു ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ അതിന്റെ പ്രതിസ്ഥാനത്ത് 1ാം പ്രതി ആ ഇറച്ചി കച്ചവടക്കാരനാണെങ്കിൽ 2ാം പ്രതി സംസ്ഥാന സർക്കാരാണ്. ആ സംഭവം നടന്നിട്ടുള്ള ഫോറസ്റ്റിന്റെ മണ്ണിലല്ല,
കൃഷിഭൂമിയിലാണ്. ആ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടുമൃഗം അവിടെ എത്തുമെന്ന് ഉറപ്പുള്ള വ്യക്തിയാണ് അവിടെ കുളിക്കിട്ടത്. അതുകൊണ്ട് തന്നെ അത് അവിടെ എത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഈ രാജ്യത്ത്. എന്തിനാ ഇന്ന് രാവിലെ വഴിക്കടവിൽ തലനാരിഴയ്ക്കാണ് ഒരു ബൈക്കുകാരൻ രക്ഷപ്പെട്ടത്. ആ ബൈക്കിന് വട്ടം ആന ചാടി. ആ ബൈക്ക് നിങ്ങൾ ആരും അറിഞ്ഞോന്നറിയില്ല, ഇന്ന് പല ചാനലുകളിൽ കാണിക്കുന്നുണ്ട്. ഈ കുട്ടി മരിച്ച അതേ പഞ്ചായത്തിൽ വഴിക്കടവിൽ ഇന്ന് അതിദാരുണമായ ഒരു കൊലപാതകം കൂടി നടക്കേണ്ടതായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അയാൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ആ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാളുടെ ബൈക്ക് ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി ഈ പഞ്ചായത്തിലാ. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ തയ്യാറല്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും UDP നേതാക്കൾ തയ്യാറല്ല. അവർക്ക് പരസ്പരം വില കുറഞ്ഞ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എങ്ങനെ നിലമ്പൂര് കടക്കാം, അല്ലെങ്കിൽ എങ്ങനെ പ്രീണനം നടത്താം എന്നതിനപ്പുറത്തേക്ക്, അതും ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച എന്താ? ബക്രീദിന്റെ അവധി. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോ ബക്രീദിന്റെ അവധി കൊടുക്കരുത് എന്ന്? രാവിലെ പറയുന്നു ബക്രീദിന്റെ അവധിയില്ല, ഉച്ച കഴിഞ്ഞ് പറയുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ ബക്രീദിന്റെ അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിലമ്പൂർ വോട്ട് പറയും. അത് കഴിഞ്ഞ് UDF ആരോപണം ഉന്നയിക്കുന്നു, ബക്രീദിന് അവധി പ്രഖ്യാപിക്കുന്നു. ആരാണ് ഇവിടെ പ്രീണന രാഷ്ട്രീയം നടത്തുന്നത്? ഇവർക്ക് ഈ നാട്ടിൽ ജനകീയ പ്രശ്നങ്ങൾ എന്തിനു വേണ്ട? ഈ നിലമ്പൂര് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ, നിങ്ങൾ മാധ്യമ പ്രവർത്തകര്, നിങ്ങൾ കുറെ ദിവസമായിട്ട് ഇവിടെ ഇല്ലേ, ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ സമയമെടുക്കും. ഇതൊക്കെ ഇപ്പോഴും സഹിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് സഹതാപങ്ങളുണ്ട്. കാരണം ഇവിടെ ഞങ്ങളൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിട്ടുണ്ട്, മോഹൻ ജോർജ്. മലയോര കർഷകർ പറയുകയാണ്, കെട്ടിയിറക്കിയതല്ല, ഇന്ന് വരെ നിന്ന് ജയിക്കാത്തവരല്ല, ജയിച്ചിട്ടുമൊന്നും ചെയ്യാത്തവരല്ല. ഇപ്പൊ പറയുന്നു ശ്രീ നമ്മുടെ നിലമ്പൂരിന്റെ സ്വന്തം സ്ഥാനാർത്ഥി അൻവർ, അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളില് മലയോര കർഷകർക്ക് വേണ്ടി പ്രതികരിച്ചു. അദ്ദേഹം വഴക്കുണ്ടാക്കി, ഫോറസ്റ്റ് ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, 9 വർഷത്തിൽ 8 വർഷക്കാലം ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന MLA ആയിരുന്നു ശ്രീ അൻവർ. ആ കാലത്ത് ചെയ്യാത്തത് അയാളെ ചീത്ത വിളിച്ച് പുറത്തു വന്നതിന് ശേഷം ചെയ്തത് അത് വലിയ സ്നേഹമായിട്ടൊന്നും കരുതാൻ ഞാൻ കഴിയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. 25 ലക്ഷം രൂപയെങ്കിലും BJP ആവശ്യപ്പെടുന്നു. 25 ലക്ഷം രൂപയെങ്കിലും ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. BJP മുന്നോട്ട് വെക്കുന്നതാണ്. ഈ ഫോറസ്റ്റ് രാജ്, ഈ ഫോറസ്റ്റിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. ഈ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ശല്യം സ്ഥിരമായി ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിൽ ശക്തമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും, ഇത് ശ്രമിക്കാനെത്തിയിട്ടുള്ള മലയോര കർഷകരെയും, ഈ ധർണയിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കളെയും അംശംപോലെ ചെയ്യുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകുക, നഷ്ടപരിഹാരം നൽകുക, കുടിയേറ്റ കർഷകരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും സംരക്ഷണം നൽകുക, കുടിയേറ്റ കർഷകരെ കുരുതി കൊടുക്കാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സമാരാധ്യനായ ശ്രീ കെ സുരേന്ദ്രൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ ഷാവണി அதுதான் ஃப்ரேம், சென்டர் அதான் சென்டர். ഇന്നത്തെ ഈ ധർണാ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ NDAയുടെ നിലമ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, BJP ജില്ലാ പ്രസിഡന്റ് രശ്മിൽനാഥ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. നിലമ്പൂരിനെ മാത്രം സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമല്ല ഇത്. മുഴുവൻ കേരളത്തെയും ജനങ്ങളെ സാരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാദവിവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കോൺഗ്രസുകാർ പറയുന്നു കേരള സർക്കാർ അവരുടെ നയങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ദുരിതം ജനങ്ങൾക്കുണ്ടാവുന്നത്. CPM-മാർ പറയുന്നത് ഇതെല്ലാം മോദിയാണ് കാരണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്, പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ്. ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത്? ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരേണ്ട, കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല. അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാനുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട്. അത് പാർലമെന്റിൽ വനം വകുപ്പ് മന്ത്രി നേരിട്ട് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2023 നവംബറിലെ വനനിയമ ഭേദഗതിയിൽ വളരെ ആധികാരികമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ അത് നിയമമാക്കിയിട്ടുള്ളതാണ്. ഇന്നിപ്പോ വഴിക്കടവ് പഞ്ചായത്തിൽ LDF-കാര് സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടല്ലോ. വഴിക്കടവ് പഞ്ചായത്തിൽ LDF സമരത്തിന് ഇറങ്ങിയത് എന്തിനാണ്? പന്നിയെ വെടിവെച്ചു കൊന്നവർക്ക് 6 മാസമായി പൈസ കൊടുക്കുന്നില്ല. അപ്പൊ മുഖ്യമന്ത്രി എന്തിനാണ് ഈ കള്ളം പറഞ്ഞത്? പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമല്ലേ? രാഷ്ട്രീയ പ്രേരിതമായ നിലപാടല്ലേ? പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ഇവിടുത്തെ സർക്കാരിനുണ്ട്, ഇവിടുത്തെ വനം വകുപ്പിനുണ്ട്. ആ പന്നിയെ വെടിവെച്ചിട്ടതിന്റെ കാശ് വഴിക്കടവ് പഞ്ചായത്തുകാർ മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് LDF അവരുടെ സമരത്തിലാണ്. അപ്പോ ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം പൊള്ളയാണെന്ന് തെളിഞ്ഞില്ലേ? വനനിയമ ഭേദഗതി ഇവിടെ ആരും ചർച്ച ചെയ്യുന്നേയില്ല. 2023 നവംബർ മാസത്തിലെ വനനിയമ ഭേദഗതി, അത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലയോര മേഖലയിലാകെ LDF-ഉം UDF-ഉം വലിയ സമരങ്ങൾ നടത്തി. മാസങ്ങളോളം സമരങ്ങൾ, വർഷങ്ങളോളം സമരങ്ങൾ നടന്നു. വനമേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കേന്ദ്ര നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നതായിരുന്നു. ബഫർ സോണിന്റെ വിഷയമായാലും CRZ-ന്റെ തീരപ്രദേശത്തുള്ള വിഷയമായാലും ഈ വിഷയങ്ങളെല്ലാം, അവിടെയുള്ള നിയമങ്ങളെല്ലാം കർശനമാക്കിയത് ആ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റാണ്, BJP ഗവൺമെന്റ് അല്ല. BJP ഗവൺമെന്റ് വനനിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം ഇവിടെ സമരം നടന്നു. കോൺഗ്രസ്, കേരള കോൺഗ്രസ്, CPM, ബഹുമാന്യരായിട്ടുള്ള സഭാപിതാക്കന്മാര്, അങ്ങനെ എല്ലാവരും ഒരുമിച്ച്, ഇൻഫാം, ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്ന് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലുണ്ടായി. നമ്മുടെ മാധ്യമങ്ങളെല്ലാം 25-30 തവണ അത് ചർച്ച ചെയ്തു. വനനിയമത്തിലെ പ്രശ്നങ്ങൾ, ബഫർ സോണിൽ കുടുങ്ങിയവരുടെ പ്രശ്നങ്ങൾ, വനത്തിനകപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ഇതിനിടയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വന്യജീവികളെ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ സാരമായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു. പക്ഷെ 2023 നവംബറിൽ കേന്ദ്ര സർക്കാർ വനനിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി ഇവിടെ ഒരു മാധ്യമത്തിലും ചർച്ചയായില്ല. ആ ഭേദഗതി ഇവിടുത്തെ ഒരു പാർട്ടിക്കാരും സമരം ചെയ്തവരാരും ചർച്ച ചെയ്തില്ല. ആ വനനിയമ ഭേദഗതി ആകമാനം മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് മാത്രമായിരുന്നു. അവർക്ക് പട്ടയം കൊടുത്ത് ഭൂമി വാങ്ങിയവരുടെ പട്ടയം സ്ഥിരപ്പെടുത്താൻ, വീട് വെച്ചവരുടെ, മറ്റ് പമ്പ് സ്ഥാപിച്ചവരുടെ
ഇതിനകത്ത് മറ്റ് നിർമ്മാണങ്ങൾ നടത്തിയവരുടെ, സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്തിയവരുടെ, ചെറിയ കടകൾ വെച്ചവരുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് 2023 വന നിയമ ഭേദഗതി. അത് ചർച്ച ചെയ്യാൻ UDF തയ്യാറായില്ല, അത് ചർച്ച ചെയ്യാൻ LDF തയ്യാറായില്ല, അത് ചർച്ച ചെയ്യാൻ സമരത്തിനിറങ്ങിയവരാരും തയ്യാറായില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം സംസ്ഥാന ഗവൺമെന്റിന് ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ടാണ്. തൊട്ടടുത്ത സംസ്ഥാനം കർണാടകയാണ്, അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ രാഷ്ട്രീയമായ ഒരു വിമർശനം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറയേണ്ടി വരും. കർണാടകത്തിലെ വനം വകുപ്പും തൊട്ടടുത്ത് കേരളത്തിലെ വനം വകുപ്പും നിങ്ങളെ നോക്കൂ. ഈ വനം വകുപ്പ്, കേരളത്തിലെ വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുളവടിയും ഒരു ടോർച്ചും അല്ലാതെ ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് സൗകര്യമാണ് കേരളത്തിലെ വനം വകുപ്പ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്? മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനം വകുപ്പ് ജീവനക്കാർക്ക് നൽകുന്ന പരിശീലനം എത്രമാത്രം പുതിയ നൂതന സൗകര്യങ്ങളുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്? നിങ്ങൾക്കറിയുമോ? AI ടെക്നോളജി വന്യമൃഗങ്ങളെ തുരത്താൻ ഈ മുളവടിയും ടോർച്ചും വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ പോകുന്നതിന് പകരം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പുതിയ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ തുരത്താൻ വെറും വെടിവെപ്പ് മാത്രമല്ല, വെറും ഇലക്ട്രിക് ലൈന് മാത്രമല്ല, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളുടെ ശല്യം അവസാനിപ്പിക്കാനുള്ള നൂതനമായ മാർഗങ്ങൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും, വനപ്രദേശങ്ങൾ നമ്മളെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ശ്രമിക്കുമ്പോൾ പാവപ്പെട്ട വനപാലകർക്ക് ഒരു മുളവടിയും ഒരു ടോർച്ച് ലൈറ്റും കൊടുത്ത് നിങ്ങൾ ആനയെ പിടിക്കൂ, കരടിയെ പിടിക്കൂ, നിങ്ങൾ പന്നിയെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ എന്ത് പറയാനാണ്? ഇവിടെ ഇപ്പോ ഒരു വിദ്യാർത്ഥി, ഒരു ചെറുപ്പക്കാരൻ, 15 വയസ്സുകാരൻ മരിച്ചത് ഒരു സ്വകാര്യ വ്യക്തി വൈദ്യുതി കമ്പി എടുത്ത് അവിടുന്ന് വൈദ്യുതി മോഷ്ടിച്ച് ഇയാൾ കമ്പി ഇട്ടതുകൊണ്ടാണ്. പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചെയ്യേണ്ടത് പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റുമാണ്. LDFും UDFുമാണ് ഉത്തരവാദി. ഇവിടെ കോൺഗ്രസിന്റെ കള്ളക്കളി നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നം ഒരു ചോദ്യമായി ഉന്നയിച്ചിരുന്നല്ലോ. മലയോര കർഷകരുടെ, മലയോര ജനതയുടെ താൽപര്യങ്ങൾ ഞാൻ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചു പോയ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി നൽകിയ മറുപടി എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ വോട്ടർമാരോട് അവർ പറയാത്തത്? ഞാൻ പ്രിയങ്ക ഗാന്ധിയെ, ഞങ്ങൾ NDA പ്രിയങ്ക ഗാന്ധിയെ വെല്ലുവിളി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിവിടെ പ്രചാരണത്തിന് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വന്യജീവികളുമായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നത്തിന് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് പാർലമെന്റിൽ പറഞ്ഞ മറുപടി മലയാളത്തിലാക്കി ഇവിടുത്തെ വോട്ടർമാർക്ക് കൊടുക്കുമോ? നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇവിടെ നിന്ന് വോട്ട് വാങ്ങി പോയിട്ട് യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. നിങ്ങളുടെ ഇന്ത്യ മുന്നണി അന്ന് സംസ്ഥാന ഗവൺമെന്റിനെ പിന്തുണച്ചു. അന്ന് സംസ്ഥാനമാണ് അല്ല ഉത്തരവാദി, കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ പ്രചരണം നിങ്ങൾ നടത്തി. ആ ഇരട്ടത്താപ്പിനുള്ള തിരിച്ചടിയാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. യഥാർത്ഥ ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റും വനം വകുപ്പുമാണ്. ഇവിടെ ഒരു വനം മന്ത്രിയുണ്ട്. ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ പാവം ശശീന്ദ്രൻ. ബാക്കിയുള്ള അയാൾ പറയുന്ന 5 ആണെന്നാണ്. അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയെ വെച്ച് ഈ കേരളത്തിൽ മലയോര ജനതയെ, വനപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ കൊല്ലാക്കൊല ചെയ്യുന്നത്? ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയല്ലേ? എത്ര പേര് ആന ചവിട്ടി കൊന്നു, എത്ര പേരെ കടുവ പിടിച്ചു കൊന്നു, എത്ര പേരെ പുലി പിടിച്ചു, എത്ര പേരെ പന്നി കുത്തി കൊന്നു? നിങ്ങൾക്ക് എന്താ നടപടിയുള്ളത്? മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി ഞാനിത് പ്രധാനമന്ത്രിയോട് ഉന്നയിക്കുമെന്ന് പറഞ്ഞു. ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു പത്രത്തിലും. ദേശാഭിമാനി നേരെ അറിയിക്കുന്ന പത്രമാണല്ലോ. ആ പത്രത്തിലും പ്രധാനമന്ത്രിയെ കണ്ട് പന്നിയെ വെടിവെക്കാനുള്ള ലൈസൻസ് തരണമെന്ന് പറഞ്ഞതായിട്ട് ഒരു അരവരി വാർത്ത പോലുമില്ല. അപ്പം മലയോര ജനതയെ വഞ്ചിക്കുകയാണ് LDF, മലയോര ജനതയെ വഞ്ചിക്കുകയാണ് UDF. ശരിയായ നിലപാട് എടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം,
വനനിയമ ഭേദഗതിയിലൂടെ അതിന്റെ പ്രയോജനം സംസ്ഥാന ഗവൺമെന്റുകൾ ജനങ്ങൾക്ക് കൊടുത്തു. വനനിയമ ഭേദഗതിയുടെ പ്രയോജനം ഒന്നും കിട്ടാത്ത സംസ്ഥാനം കേരളമാണ് സുഹൃത്തുക്കളെ. കേരളത്തിലെ കർഷകർക്ക്, മലയോര ജനതയ്ക്ക് കേന്ദ്ര നിയമ ഭേദഗതിയുടെ ഒരു ആനുകൂല്യവും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ഉത്തരവാദി പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. അതിനുവേണ്ടി സമരം ചെയ്യാൻ ഇവിടെ UDF ഇല്ല. ആ സത്യമെങ്കിലും ജനങ്ങളോട് തുറന്നു പറയാൻ ഇവിടെ UDF ഇല്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. LDF UDF എന്ന് പറയുന്നത് IND മുന്നണിയാണ്. അവർ ഈ കാര്യത്തിൽ കേന്ദ്രത്തെ പരിചാരി അവരുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ, മലയോര ജനത കൂടുതലുള്ള നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ സ്ഥാനാർത്ഥി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അധിക നേരം സംസാരിക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ കടക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കിട്ടണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വനനിയമ ഭേദഗതി കേരളത്തിലും നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടി വരണം. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ മോഹൻ ജോർജ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിക്കുക മാത്രമാണ് ശരിയായ പരിഹാരം ഈ പ്രശ്നത്തിലുള്ള പോംവഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാന്യായ സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഷാളണിയിക്കുന്നതിന് വേണ്ടി സുരേന്ദ്രൻ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വോട്ടർമാരെ, അത്യന്തം ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്നലെ വഴിക്കടവിൽ സംഭവിച്ചത്. ഇത് ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല. 9 വർഷങ്ങൾക്ക് മുമ്പ് കോയിക്കര ജോയി എന്ന ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് വെള്ളം തിരിക്കുവാൻ വേണ്ടി പോയപ്പോൾ രാത്രിയിൽ അദ്ദേഹം മൃഗവേട്ടക്കാരുടെ കെണിയിൽ മരണപ്പെട്ടു. ഇത് നിലമ്പൂരിന്റെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കപ്പെടുന്ന ഒരു ദുഃഖ സംഭവങ്ങളാണ്. ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കേണ്ട സർക്കാർ മൃഗവേട്ടക്കാർക്കൊപ്പം നിന്ന് അവരോട് കൂടി ചേർന്ന് ഇതിനെ വളരെ ലാഘവബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുകയാണ്. ശ്രീമാൻ കോയിക്കര മത്തായിയുടെ മരണത്തിൽ 9 വർഷമായിട്ടും ആ കുടുംബത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾ ഇന്നലെ ആ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ വളരെ ദുഃഖത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിധവ ഞങ്ങളെ സമീപിച്ചത്. ഈ കഴിഞ്ഞ 9 വർഷമായി ഞാൻ തന്നെ ഓർക്കുന്നു, എന്റെ വക്കീൽ ഓഫീസിൽ നിന്നും ഒരുപാട് നിവേദനങ്ങൾ പലർക്കും കൊടുത്തു. ഒന്നിനും ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അന്വേഷണം വരും, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറയും, പോകും. അതാണ് ഇവിടുത്തെ ദുഃഖാവസ്ഥ. ഇന്നലെ മരണപ്പെട്ടത് 15 വയസ്സുള്ള ഒരു പാവപ്പെട്ട വീട്ടിൽ നാളെയുടെ ഭാവി വാഗ്ദാനമായിരുന്നു ഇന്നലെ മരണപ്പെട്ടത്. തികച്ചും ദുഃഖകരമായ സംഭവ വികാസം. ഇവിടെ LDFന്റെയും UDFന്റെയും നേതാക്കന്മാരൊക്കെ അവിടെ ചെന്ന് വളരെ ദുഃഖപൂർവ്വം നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സത്യത്തിൽ എന്താണ്, അവർ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് അവർ നീട്ടി കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട സുരേന്ദ്രൻജിയോട് സൂചിപ്പിച്ചു, കേന്ദ്രത്തെ കുറ്റം പറയുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. സത്യത്തിൽ കേന്ദ്രത്തിന്റെ നിയമം പല പ്രാവശ്യം അമെന്റ് ചെയ്തു. ഇവിടെ ശല്യക്കാരായ മൃഗങ്ങളെ വെടിവെക്കാനുള്ള നിയമത്തിന് കേന്ദ്രത്തിന്റെ എല്ലാ അനുമതിയുമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് ലാഘവതയോട് കണ്ട് അത് പ്രാക്ടിക്കലായി ചെയ്യുവാൻ മടിക്കുന്നത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണിത്. ആ കുടുംബത്തോട് എന്റെ അനുശോചനം ഞാൻ ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കുവാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. അവരുടെ കടമയാണത്. 25 ലക്ഷം രൂപ കുടുംബത്തിന് നൽകണം. ഒരു പാവപ്പെട്ട കുടുംബമാണ്. ആ വീട്ടിലേക്ക് വഴി പോലുമില്ല. സത്യത്തിൽ ഇന്നലെ പോയവരൊക്കെ ബുദ്ധിമുട്ടി. വളരെ ഒരു വഴി പോലുമില്ലാത്ത ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു വഴി പോലുമില്ലാത്ത ആ കുടുംബത്തെ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ ധർണ നടത്തുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ സുദീർഘമായ ആ കാര്യങ്ങളെ പറ്റി പറയുന്നില്ല. എന്റെ ബഹുമാന്യ സുഹൃത്ത് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായി ഇവിടെ സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്.
ജനങ്ങളെ വഞ്ചിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളെ വഞ്ചിച്ച, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്ത ഇടത് വലത് മുന്നണിക്കെതിരെയുള്ള ഒരു വോട്ടായി മാറണം ഈ തെരഞ്ഞെടുപ്പിലെ ഓരോ വോട്ടും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ വികസനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും വോട്ടും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ സുദീർഘമായി ഞാൻ പറയുന്നില്ല. നമ്മൾ അറിയാം, നിലമ്പൂരിൽ നിന്നും നമ്മൾ ചന്തക്കുന്ന് വഴി നിലമ്പൂർ വഴിക്കടവിലേക്കൊന്ന് പോകണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കണം. കാരണം ബ്ലോക്കാണ്. ഞങ്ങൾ തന്നെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു 25-30 മിനിറ്റ് ചന്തക്കുന്നിൽ കിടക്കേണ്ടി വന്നു. ഇവിടെ ബൈപ്പാസ് എത്രയോ കാലമായി നിർമ്മാണം ആരംഭിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും പണി സ്തംഭിച്ചു കിടക്കുകയാണ്. അതേപോലെ തന്നെ നിലമ്പൂർ റെയിൽവേ, നഞ്ചൻകോട് റെയിൽവേ, നിലമ്പൂർ നഞ്ചൻകോട് പാത ബാംഗ്ലൂരുമായി കേരളത്തെ ബന്ധിപ്പിക്കുവാൻ ഏറ്റവും എളുപ്പമായ പാതയാണ്. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് രാജാവാൽജി റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ആരംഭിച്ച പദ്ധതി അത് ഇന്നും തുടങ്ങിയ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, മാൻ ആനിമൽ കോൺഫ്ലിക്ട്, അതിന്റെ എത്രയോ ദാരുണമായ സംഭവങ്ങൾ, എത്രയോ മനുഷ്യജീവിതങ്ങൾ ആ രീതിയിൽ പൊഴിഞ്ഞുപോയി. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഈ നാടിന്റെ വികസനം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും പരീക്ഷിച്ചു. ഇനി ആകെ 9 മാസമാണ് ഇനിയും ഈ നിയമസഭയ്ക്ക് കാലാവധിയുള്ളത്. ഈ 9 മാസം ഇടതും വലതും വന്നാൽ ഒന്നുമില്ല, ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ആരുടെയും അടിമകളല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിമാന ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ജയ് ഭാരത്. അടുത്തതായി നമ്മുടെ സംസാരിക്കുന്നതിന് വേണ്ടി BDJS ജില്ലാ അധ്യക്ഷൻ ശ്രീമൻ ഗിരീഷ് മാക്കാറിനെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീപ്പെട്ട BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻജി അവറുകൾ, ഏറെ ബഹുമാന്യനായ NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അവറുകൾ, വേദിയിലിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമുന്നതരായ നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും സന്തോഷകരമല്ലാത്ത ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരരംഗത്തേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നുണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും അവസാനത്തേത് മാത്രമാണ് വഴിക്കടവിലെ അനന്തുവിന്റേതെന്ന് നാം പ്രത്യാശിക്കുകയാണ്. നമുക്കറിയാം, ഒരു സംഭവങ്ങളല്ല, നേരത്തെ സ്ഥാനാർത്ഥി സൂചിപ്പിച്ചതുപോലെ ജോയി അടക്കമുള്ള നിരവധി കർഷക സുഹൃത്തുക്കൾ ഈ വന്യമൃഗശല്യത്തിന് ഇരയായി നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പാതാറിലെ ഒരു ഹരിദാസ്, അദ്ദേഹം റബ്ബർ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു നയാ പൈസ പോലും കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിനുശേഷം പശുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന്റെ തീറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ ചെമ്പൻകൊല്ലിയിലെ ജോസ് എന്ന് പറയുന്ന പാവപ്പെട്ട കർഷകനെ ആന ആക്രമിച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ വെള്ളക്കട്ടയില് പ്രിയപ്പെട്ട അനന്തു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ഒരു വലിയ ഭാവിയുള്ള ഈ രാജ്യത്തിന്റെ വാഗ്ദാനമായി മാറേണ്ട അദ്ദേഹത്തിനെ ഇപ്പോൾ നമുക്കറിയാം കെണിയിൽ കൊടുത്തി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവവികാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നാം പരിശോധിക്കേണ്ടത് എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്നുള്ളതാണ്. നമുക്കറിയാം, പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഈ തെരഞ്ഞെടുപ്പിലുമൊക്കെ LDFും UDFും പറയുന്ന വികസനത്തിന്റെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നലെ അനന്തുവിന്റെ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പോയത്, അത് എങ്ങനെയാണ് അനുഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കഴിഞ്ഞ 35 വർഷക്കാലത്തെ UDFന്റെയും കഴിഞ്ഞ 9 വർഷക്കാലത്തെ LDFന്റെയും ഭരണത്തിന്റെ വികസനത്തിന്റെ നേട്ടങ്ങളുടെ നേർചിത്രമാണ് അനന്തുവിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അവരുടെ വീടിന്റെ അവസ്ഥ എന്താണ്. ആ വനമേഖലയിൽ താമസിക്കുന്ന ആ കുടുംബങ്ങള്, ആ ആമാടൻ സുരേഷും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും, അങ്ങനെ 100 കണക്കിന് കുടുംബാംഗങ്ങളുള്ള സ്ഥലത്തേക്ക് പോകാൻ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ദാരുണമായ ഒരു സംഭവം, അദ്ദേഹത്തിന്റെ
ആ ഭൗതിക ശരീരം അടക്കം ചെയ്യാന് ആ കുടുംബത്തിനൊരു 5 സെന്റ് ഭൂമി പോലും ഇല്ലാതെ വനത്തിനകത്ത് അടക്കം ചെയ്യേണ്ട ഗതികേടിലാണ് ആ കുടുംബം നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു അനന്തുവിന്റെ ചരിത്രം മാത്രമല്ല, നിലമ്പൂരിന്റെ വനമേഖലയില്, ഈ ഗ്രാമീണ മേഖലയില് ആയിരക്കണക്കിന് കുടുംബങ്ങള് നിത്യവൃത്തിക്ക് മാർഗമില്ലാതെ, ഒരു യാത്രാ സൗകര്യമില്ലാതെ, ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു മാർഗമില്ലാതെ, അതോടൊപ്പം സ്വന്തം ഭവനത്തിലേക്ക് സ്വൈര്യമായ ഒരു വിഹാരം നടത്താൻ ഒരു യാത്രാ സൗകര്യമുള്ള റോഡ് പോലും ഇല്ലാതെ, ശുദ്ധജലം പോലും ലഭിക്കാതെ കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഈ നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങള് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിൽ മാത്രമല്ല, മറിച്ച് ഈ നാടിന് അനുഭവിക്കാനുള്ള അർഹതയുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. ആ സമൂഹത്തിനെ സംരക്ഷിക്കണം. ഈ അനന്തുവിന്റെ ഈ ദാരുണമായ ഈ അന്ത്യം നമുക്കൊരു പാഠമായി മാറണം. ആ കുടുംബത്തിനെ സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 25 ലക്ഷമല്ല 25 കോടി കൊടുത്താലും അവരുടെ നഷ്ടം പരിഹരിക്കാൻ സാധ്യമല്ല. പക്ഷേ ആ കുടുംബത്തിനെ സംരക്ഷിക്കാൻ, അവരുടെ ദുഃഖത്തോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ ഭാവി തലമുറയ്ക്ക് സംരക്ഷിക്കുവാനുള്ള ആ സംഖ്യ അനുവദിച്ചുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ നേതൃത്വത്തിൽ ഈ സമരരംഗത്തേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ സമരത്തിന് ആളും അർത്ഥവും നൽകി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇത് മുന്നോട്ട് പിടിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇത് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാട്ടില് രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ജനത ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കൗൺസിലർ വിജയനാരായണനെ ക്ഷണിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല.